ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സ്നേഹിതരെ, സഹോദരന്മാരെ, വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം സംബന്ധിച്ച് ചിന്തിക്കുവാൻ കൂടി വന്നിരിക്കുകയാണ്, അടുത്തു വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. മനുഷ്യന് ദൈവം ഒരുക്കിയിരിക്കുന്ന രണ്ട് ഇടങ്ങളാണെന്ന. ഒന്ന്, നീതിമാന്മാരാണെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ പാപികളാണെങ്കിൽ അവരെ ഒരു നരകത്തിലേക്ക്, നിത്യ നരകത്തിന് ശിക്ഷയ്ക്ക് അവരെ വിധേയരാക്കും. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയൊരു ശിക്ഷയുടെ സ്വഭാവം നമ്മോട് പറയുന്നില്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന്, നീതിക്കും സ്നേഹത്തിനും ജ്ഞാനത്തിനും ഒന്നും ഉതകുന്ന ഒന്നല്ല ഈ പഠിപ്പിക്കലുകൾ. ഇതൊക്കെ ദൈവവചനത്തെ കൂട്ടിക്കളയുവാൻ തക്കവണ്ണം പിശാചിന്റെ തന്ത്രങ്ങളാണ് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ഇവിടെ കടന്നു വരിക എന്നുള്ളത്. സുവിശേഷം എന്നുള്ള പേരിൽ പറയുക. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം എന്നല്ലേ? ഇതാണോ നല്ല വർത്തമാനം? അപ്പൊ ഇങ്ങനെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ മനുഷ്യനെ ഭീതിപ്പെടുത്തി അവനെ ഒരു നിത്യ ശിക്ഷാവിധിക്ക്, ദണ്ഡനത്തിന് പാത്രമാക്കുന്നു. ശിക്ഷാവിധിയില്ല, നിത്യദണ്ഡനത്തിന് അവനെ പാത്രമാക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ മത ഉപദേഷ്ടാക്കന്മാർ, അവർക്ക് ദൈവനാമത്തെ, ദൈവ സ്വഭാവത്തെ ഇത്രയേറെ അധിക്ഷേപിക്കുന്ന അവരുടെ ഈ പ്രവർത്തനത്തെ ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വരിക. ഒന്നുകൂടെ ഒരു ഉദാഹരണം കൂടെ എന്നോട് പറയാം. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ചിന്തിക്കുക. നമ്മൾ കേവലം ഇത്ര ബലഹീനരായിരിക്കുന്ന മനുഷ്യർ, ഇത്രയേറെ അനീതിയുള്ള സ്വഭാവമുള്ളവരാ നമ്മൾ. എന്നിട്ട് സ്വാർത്ഥത നിറഞ്ഞവരാ. നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാതെയായി, സ്കൂളിൽ പോയി, തിരിച്ചു വന്നിട്ടില്ല കുഞ്ഞ്. ആ കുഞ്ഞ് എവിടെ പോയി എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഭിക്ഷാടക മാഫിയകൾ അവരെ തട്ടിക്കൊണ്ടുപോയതാണോ? നമുക്കറിയില്ല. ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നിടം വരെയും നമ്മുടെ മനസ്സെന്തായിരിക്കും? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഏതെങ്കിലും ഈ പറഞ്ഞ ഭിക്ഷാടന മാഫിയകൾ തട്ടിക്കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങൾക്ക് അംഗഭംഗങ്ങൾ വരുത്തി, കണ്ണു ചൂന്നെടുത്ത്, ദേഹം മുഴുവൻ പൊള്ളിച്ച്, അല്ലെങ്കിൽ കയ്യോ കാലോ ഏതായാലും വെട്ടി മുറിച്ച് അംഗവൈകല്യമുള്ളവരാക്കി അവരെ കൊണ്ട് ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? നമുക്കറിയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഒരു ദിവസം, ഒരു നേരം നമുക്ക് സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ സാധിക്കും, ഒന്ന് ഉറങ്ങാൻ സാധിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കി. അപ്പൊ ഇത്രയും ഈ രീതിയിൽ ബലഹീനരായിരിക്കുന്ന നമുക്ക് പോലും അത് സാധിക്കുന്നില്ല എങ്കിൽ, അതേസമയം ആ കുട്ടി മരിച്ചുപോയി എന്നറിഞ്ഞാൽ നമുക്ക് അന്നേരത്തെ ആ ഒരു പ്രയാസമുണ്ടാകും. എങ്കിലും നിത്യം കുട്ടി മരിച്ചു നമുക്കറിയാം. കുട്ടിക്ക് എന്ത് ഇപ്രകാരം സംഭവിക്കുന്നു എന്നുള്ള ആ ആകാംക്ഷ നമ്മളെ ദിവസവും അലട്ടിക്കൊണ്ടിരിക്കുകയില്ല. എങ്കിൽ ദൈവം ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ ദൈവനാമത്തിന് അപമാനം വരുത്തുവാൻ പിശാച് കണ്ടെത്തിയ മാർഗങ്ങളായി ഈ ദുരുപദേശങ്ങളെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വസ്തുനിഷ്ഠമായി മറ്റ് ഒന്നുമില്ലാതെ ദൈവവചനം പഠിക്കുവാനും ചിന്തിക്കുവാനും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു വാക്ക്, ഗീഹന്ന എന്നുള്ളൊരു വാക്ക്. ഈ വാക്ക് ഒരിക്കലും അത് ക്രിസ്തു ഉപയോഗിച്ചത് ജീവനുള്ള വ്യക്തികളെ കൊണ്ട് തള്ളുവാനുള്ള ഒരു ശിക്ഷാസ്ഥാനമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. നിർജീവ വസ്തുക്കളെ കൊണ്ട് തള്ളുന്ന, ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഗീഹന്ന, ഹിന്നോമിന്റെ താഴ്വര, യെരുശലേം നഗരത്തെയും ആ പ്രദേശത്തെയും ശുദ്ധീകരിക്കുവാൻ ദിവസവും അടിച്ചു വാരിക്കൊണ്ട് ഈ അഴുക്കുകളൊക്കെ തള്ളുന്ന ഒരു കുന്നിന്റെ ചെരിവ് താഴ്വരയാണ്. നിങ്ങൾക്കത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നോക്കിയാൽ ഹിന്നോമിന്റെ താഴ്വര, ഹിന്നോം എന്ന് പറഞ്ഞാൽ ഹിന്നോമിന് അവകാശപ്പെട്ട ഭൂമി എന്ന്. അപ്പൊ ആ ഒരു അനുഭവം അത് നാം ചിന്തിക്കുക. അപ്പൊ ഒരിക്കലും ഇത് ക്രിസ്തു ജീവനുള്ളവരെ കൊണ്ട് ഇടാനുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുകയില്ല. നോക്കുക, ക്രിസ്തു ശത്രുക്കളോടൊക്കെ എങ്ങനെ പെരുമാറണമെന്നാണ്, നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അവൻ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണോ ക്രിസ്തു? അതുകൊണ്ട് ഇതിന് അവരെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിത്യാഗ്നി എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ഇടത്തുള്ളവരോട് പറയുകയാണ്.
മനുഷ്യവർഗത്തെ ഏതാ നീ ന്യായവിധി ദിവസത്തിൽ അവൻ വരുമ്പോൾ വർഗത്തെ രണ്ടായി വേർതിരിക്കും. ഇടതു വശത്തുള്ളവര് കോലാടുകളും വലതുവശത്തുള്ളവർ ചെമ്മരിയാടും, അങ്ങനെ രണ്ടു വർഗമായി തീർക്കും. എന്നിട്ട് ഇടതുള്ളവരോട് പറയും, പിശാചിന് ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് അവരോട് പറയും എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയുടെ സ്ഥലമാണോ നാം ചിന്തിക്കുക. നമ്മൾ അതിന് ഒരു ഉദാഹരണം നമ്മൾ നോക്കുക. യൂദായുടെ ലേഖനം നമ്മൾ നോക്കിയാൽ അതിന്റെ 7-ാം വാക്യത്തില് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. എന്താ അവിടെ പറയുന്നത്? അവിടെ പറയുക, അതുപോലെ സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി വഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പൊ നിത്യാഗ്നിക്ക് ദൃഷ്ടാന്തമാണ് ഏതാ? സോദോമും ഗോമോറായും. ആ സോദോമിലും ഗോമോറായിലും ദൈവം എന്താ ചെയ്തത്? അവൻ ആകാശത്തു നിന്നും അവിടെ അഗ്നി ഇറക്കി ആ നഗരത്തെ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇന്നും അവിടെ കത്തിയ ആ തീ ഇന്നും അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ നിത്യാഗ്നി എന്ന് പറയുന്നത് നിത്യം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയാണെങ്കിൽ അതിന്റെ അർത്ഥം അപ്രകാരമാണെങ്കിൽ ഇന്നും സോദോമിലും ഗോമോറായിലും ആ അഗ്നി അവിടെ കത്തിക്കൊണ്ടിരിക്കണം. അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം അവിടെ ഉണ്ടാകണം. ഇപ്പൊ നിത്യാഗ്നിക്ക് ദൃഷ്ടാന്തമാണെന്നാ പറഞ്ഞത്, അതിനൊരു ഉദാഹരണമായി. എങ്കിൽ ഇവിടെ പറയുന്ന നിത്യാഗ്നി എന്താ? അതൊരു നാശത്തിന്റെ ചിത്രമാണ്. അഗ്നി എന്താ ചെയ്യുന്നേ? അതിൽ വീഴുന്ന വസ്തുക്കളെ അത് തിന്ന് ദഹിപ്പിച്ചു കളയും, അതിനെ സൂക്ഷിക്കുകയല്ല. അഗ്നിയുടെ സ്വഭാവം അഗ്നിയിൽ വീഴുന്ന വസ്തുക്കൾ നശിപ്പിക്കുക എന്നുള്ള. ഞാൻ മറ്റു ചില ഭാഗങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം, അപ്പൊ കൂടുതൽ അത് വ്യക്തമാകും നമുക്ക്. അല്ലാതെ നിത്യം സംരക്ഷിച്ചു കൊണ്ടിരിക്കാൻ അഗ്നിയെ അതിനല്ല ഉപയോഗിക്കുന്നത്. അതല്ല അഗ്നിയുടെ കടമ, അതല്ല അതിന്റെ ഉപയോഗം, അതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു പ്രയോഗം ഒരു നിത്യനാശത്തിന്റെ ചിത്രമാണ്. ഗീഹന്നെ എന്ന് പറയുന്നത് നിത്യനാശത്തിന്റെ ചിത്രമാണ്. അപ്പൊ ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ്: അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. ഇതാ ഒരു സംശയം. ഏതാ ഇവിടെ പറഞ്ഞില്ലേ യേശു, ഇവർ നിത്യദണ്ഡനത്തിലേക്ക് പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ അവരെ നിത്യമായി ദണ്ഡിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന. എന്നാൽ ആ വാക്ക് അതല്ല, അങ്ങനെയല്ല അവിടെ പ്രയോഗിക്കേണ്ടത്. അവിടെ നിത്യദണ്ഡനം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം അഥവാ ഗ്രീക്ക് വാക്ക് കൊലാസിൻ എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം പണിഷ്മെന്റ് എന്നാണ്. ഇത് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏതെങ്കിലും കൊൺകോർഡൻസോ ഡിക്ഷണറികളോ ബൈബിൾ ഡിക്ഷണറികളോ ഒക്കെ എടുത്ത് നോക്കുക. ഒരു കൊൺകോർഡൻസിൽ നോക്കിയിട്ട് ഇവിടെ ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിത്യദണ്ഡനം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. കൊലാസിൻ എന്നുള്ള പദമാണ്. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ അവിടെ നോക്കുക. അവർ പറയും അത് പണിഷ്മെന്റ് ആണെന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ പണിഷ്മെന്റ് ആണെങ്കിൽ എന്താ? പണിഷ്മെന്റ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ നിത്യമായിരിക്കുമെന്നുള്ളതാണ്. ഒരുത്തനെ അടിക്കാൻ ഒരു ദണ്ഡനം, ഒരു 40 അടി കൊടുക്കുക എന്ന് കൽപ്പിച്ചതെങ്കിൽ അവൻ മരിക്കുന്നത് വരെയും ഈ അടി ഇന്ന് അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് കൊടുക്കുന്ന ദണ്ഡനം അല്ല ശിക്ഷ നിത്യമായിരിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിത്യകാലം ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിത്യദണ്ഡനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എവർ ലാസ്റ്റിംഗ് പണിഷ്മെന്റ് ആണ് അവർക്ക്. ആ പണിഷ്മെന്റിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്നും അവർക്ക് മോചനമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഈ ഒന്നാം ഹേഡീസ് എന്ന് പറയുന്നത് ഒന്നാം മരണത്തെ കാണിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് മോചനമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം വഴി ഒന്നാമത്തെ മരണത്തിന് വിധിക്കപ്പെടുന്ന പോലെ ഹേഡീസിലേക്ക് പോകുന്നവർ, അവർ ശവക്കുഴിയിലേക്ക് പോകുന്നവർ, അതിൽ നിന്നും ഒരു ജീവനിലേക്ക് വരും. അവര് അത് ദുഷ്ടശിഷ്ട ഭേദം വിന അവർ ജീവനിലേക്ക് വരും പുനരുത്ഥാനം വഴി. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നാം വീണ്ടും ചിന്തിക്കുക, എന്താണ് ഈ നിത്യാഗ്നി എന്നോ തീപ്പൊയ്യൊക്കെ എന്നെല്ലാം പറയുന്നത്? എന്തിനെയാണ് കാണിക്കുന്നത്?
ഇതിന്റെ പ്രയോഗങ്ങളുള്ള മറ്റു ചില സ്ഥലങ്ങളുണ്ട്. ഇത് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. നമ്മൾ വെളിപാട് പുസ്തകം 19-ാം അധ്യായം നമ്മൾ നോക്കുക. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോഴേ അതിന്റെ 20-ാം വാക്യം ഇങ്ങനെയാ കാണിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ. വെളിപാട് പുസ്തകം 19:20 മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇതാ പറഞ്ഞു. അപ്പൊ മൃഗത്തെയും അതിനെ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും, ഇപ്പൊ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിയിടും. ഇപ്പൊ നോക്കുക, അപ്പൊ ആരാണ് ഈ മൃഗം, ആരാണ് ഈ കള്ളപ്രവാചകൻ? ഇതൊക്കെ നമുക്ക് വിശദമായി പഠിക്കണ്ട. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോയാൽ ഈ വിഷയം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. അത് നമുക്ക് മറ്റൊരു വിഷയമായി പരിശോധിക്കാം. അപ്പൊ ഇവരെ ഇടുന്നതൊരു ജീവനോടെ ഇടുന്ന ഒരു തീപ്പൊയ്കയുണ്ട്. ആ തീപ്പൊയ്ക എന്താണെന്ന് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അതിലേക്കാം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നിങ്ങൾ നോക്കുക. ഓരോ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാം മരണം. നോക്കുക പ്രിയമുള്ളവരെ, എന്താണ് തീപ്പൊയ്ക എന്ന് വളരെ വ്യക്തമായി ഇവിടെ വെളിപാടുകാരൻ നമ്മൾ പറയുക. ആരെയൊക്കെയാ ഇട്ടത്? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പൊ മരണത്തെയും പാതാളത്തെയും എങ്ങനെയാ തീപ്പൊയ്കയിൽ തള്ളിയിടുക? മരണം ജീവനുള്ള വസ്തുവാണോ? ഇപ്പൊ മുമ്പേ നമ്മൾ കള്ളപ്രവാചകന്റെ കാര്യം പറഞ്ഞു, അവനെ ജീവനോടെ തീപ്പൊയ്യിൽ തള്ളിയിട്ടതാ പറഞ്ഞു. ഇവിടെ പറയുന്നു മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. എങ്കിൽ പിന്നെ ഇനി ഈ പറഞ്ഞ മരണവും പാതാളവും ഉണ്ടാകുമോ? ഇപ്പൊ എന്താണ് മരണമെന്നും പാതാളമെന്നും പറയുന്നത്? അപ്പൊ ഇത് കാണിക്കുന്നത്, അപ്പൊ ഈ പാപത്തിന്റെ ശിക്ഷയായി ലഭിച്ചിരിക്കുന്ന മരണശിക്ഷ. മറ്റൊന്ന്, ഈ മരണശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് ഇതിനോടകം മരിച്ചു മൺമറഞ്ഞിരിക്കുന്ന ശവക്കുഴിയിൽ നിത്യനിദ്ര അനുഭവിക്കുന്ന കുറെ വ്യക്തികളുണ്ട്, ആൾക്കാരുണ്ട്. ഇതുവരെയുള്ളവർ ആ നിദ്രയിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ മരണവും പാതാളവും ഇപ്രകാരമുള്ള ആ മരണശിക്ഷയെയും മരണത്തിൽ ആ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും ആണ് കാണിക്കുന്നത്. ഇതിനെ എവിടെ തള്ളിയിട്ടു? തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇനി എന്താണ് ഈ തീപ്പൊയ്ക? ഇത് ഈ നമ്മുടെ ശിക്ഷ തീപ്പൊയ്കയാണ്, നരകമാണെന്ന് പ്രസംഗിക്കുന്ന നമ്മുടെ ഉപദേഷ്ടാക്കന്മാർ, പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ഈ വാക്യം വായിക്കുകയില്ല. അത് 2-ാമത്തെ വാക്യം. ഈ തീപ്പൊയ്ക എന്താണെന്ന് അവിടെ വെളിപാടുകാരൻ തന്നെ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്, അതിന്റെ വ്യാഖ്യാനം നൽകുന്നുണ്ട്, അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. ഈ തീപ്പൊയ്ക 2-ാം മരണം. നോക്കുക, അല്ലാതെ തീപ്പൊയ്ക എന്ന് പറയുന്നത് ആത്മാക്കളെ നിത്യം ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദണ്ഡന സ്ഥലമല്ല. ഇത് 2-ാം മരണമാണ്. അപ്പൊ 2-ാം മരണം എന്താ? അതായത് പറഞ്ഞത് ഹേഡീസ് എന്ന് പറയുന്നത് 1-ാം മരണത്തെയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മോചനം ഉള്ള പുനരുത്ഥാനം വഴി ജീവനിലേക്ക് വീണ്ടും വരുവാനുള്ള അവസരമുണ്ട് ഹേഡീസിലാകുന്നവർക്ക്, എന്ന് വെച്ചാൽ 1-ാം മരണത്തിന് വിധിക്കപ്പെടുന്നവർക്ക്, അല്ലെ ആ മരണത്തിലായിരിക്കുന്നവർക്ക്. എന്നാൽ 2-ാം മരണം എന്ന് പറയുന്നത് ഇപ്രകാരം 1-ാം മരണത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ജീവനിലേക്ക് വന്നവർ, അങ്ങനെ വന്നവർ അവര് ന്യായവിധിയിൽ കൂടിയാണ്. അതാ ഈ ലോകത്തിന്റെ ന്യായവിധിക്ക് അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പൊ ഈ ന്യായവിധി അവര് ജീവന് യോഗ്യരാണോ എന്ന് അവരെ പരിശോധിക്കുന്ന കാലഘട്ടമായി ഈ ന്യായവിധിയുടെ കാലഘട്ടം. അപ്പൊ അവർക്ക് ജീവന്റെ വഴി എന്താണെന്ന് അറിയിച്ചു കൊടുക്കണം. അറിയിച്ചു കൊടുക്കാതെ അവരെ ന്യായം വിധിക്കാൻ പറ്റൂല. അപ്പൊ ന്യായം വിധിയുടെ ഒരു ഭാഗമാണ് ഈ ജീവന്റെ വഴി അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇപ്രകാരം അറിവ് കിട്ടിയവർ അവർ വീണ്ടും ഈ തിന്മയുടെ പാതയിലാണ് നടക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെ വീണ്ടും മരണത്തിന് അവരെ മരണവിധിക്കുക. അവർക്ക് മരണമാണ് പിന്നത്തെ ശിക്ഷ.
ആ മരണത്തിൽ നിന്നും അവർക്കൊരു മോചനമില്ല. അതിൽ എന്തുകൊണ്ടാ? ഒന്നാമത്തെ മരണത്തിൽ നിന്നും നമുക്ക് മോചനമുള്ളത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാ. ഇനി ഇപ്രകാരം വീണ്ടും ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഫലമായി ജീവനിലേക്ക് വരുന്ന മാനവരാശി മുഴുവനും ആ ക്രിസ്തുവിനെ അറിയുവാനുള്ള അവസരം അവർക്ക് യഥാവിധി ലഭിച്ചിട്ടും യാതൊരു അവരുടെ അനുഭവജ്ഞാനം അവർക്കുണ്ടായി. പാപത്തിന്റെ ഫലം എന്താണെന്നുള്ള അനുഭവജ്ഞാനം ഈ ആയുസ്സിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും വീണ്ടും അവർ തിന്മയിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ അവരെ വേറെ മാർഗമൊന്നുമില്ല. അവരെ എന്നേക്കുമായി ജീവനിൽ നിന്നും തുടച്ചു നീക്കുക. അതേ ഈ ലോകത്ത് നീതി വസിക്കുന്ന ഒരു പുതിയ ഭൂമി ഇവിടെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് വഴിയതേയുള്ളൂ. വീണ്ടും ഈ അനീതി നിറഞ്ഞവരെ, ദുഷ്ടജനത്തെ ഇവിടെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽ പെടുന്നതല്ല. അവരെ വീണ്ടും മരണം വഴി ജീവനിൽ നിന്നും അവരെ തുടച്ചു നീക്കും. അതിനെയാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. ഇപ്പൊ ചില വ്യക്തികളെ സംബന്ധിച്ച് ഈ ആയുസ് ഒന്നാമത്തെ മരണം തന്നെ അവർക്ക് പുനരുത്ഥാനം ലഭിക്കുന്നില്ല എങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില ക്ലാസ്സുകളിൽ, നീതിമാന്മാരുടെ പുനരുത്ഥാനം ഉണ്ടാകും. അപ്പൊ നീതിമാന്മാരാണോ ഇല്ലയോ എന്ന് ഈ ആയുസ്സിൽ തിരഞ്ഞെടുപ്പിൻ രക്ഷയിൽ വരുന്ന ഒരു വിഭാഗത്തെ ദൈവം പരിശോധിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഈ ആയുസ്സിൽ അവരുടെ ന്യായവിധിയുണ്ട്. അവർ ഈ ആയുസ്സിൽ തന്നെ ക്രിസ്തുവിന്റെ മരണം, അവന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ടുള്ളവരാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ അവനെ ദൈവം കണക്കിടുന്നത് ആദാമ്യ മരണത്തിൽ നിന്നും അവൻ മോചനം പ്രാപിച്ച് പുതിയ ഒരു സൃഷ്ടിയായി തീർന്നവനാണെന്ന്. അപ്പൊ അവൻ വീണ്ടും പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയാം. അതുകൊണ്ട് അവരുടെ മരണം രണ്ടാം മരണമാണ്. അപ്പൊ ഈ ആയുസ്സിൽ ചിലർക്ക് അവരുടെ മരണം അവർക്ക് രണ്ടാം മരണമായി തീരുന്നത് അതിൽ നിന്നും അവർക്കൊരു പുനരുത്ഥാനമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ നിത്യമായ നാശമെന്ന, അതാ നിത്യമായ ഛേദനമെന്ന, എവർ ലാസ്റ്റിംഗ് കട്ടിങ് ഓഫ് ഫ്രം എവിടുന്ന ഫ്രം ദി ലൈഫ്, ജീവനിൽ നിന്നും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും നമ്മൾ നോക്കാം, ഈ വെളിപാട് പുസ്തകം തന്നെ 21-8 വാക്യത്തിൽ പറയുക, ജയിക്കുന്നവന് അവകാശമായി ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാം മരണം. അപ്പൊ ഇവിടെ പറയാ ആരൊക്കെയാ? അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിൽ ആ ഭൂമി അത് നീതി വസിക്കുന്ന ഒരു ഭൂമിയായി തീരണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം. അവിടെ വീണ്ടും മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഉതകുന്ന ഇതുപോലെയുള്ള ഒരു ശക്തികളും അവിടെ ഉണ്ടാവൂല. ഏതാ? ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഇവരെയെല്ലാം ഉന്മൂലമായി നശിപ്പിക്കും. അപ്പൊ ഈ ഒരു ന്യായവിധിയുടെ അവസാനം, പൊതുലോകത്തിന്റെ ന്യായവിധിയുടെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവരെ തീപ്പൊയ്കയിൽ തള്ളിവിടും. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. അപ്പൊ തീപ്പൊയ്ക എന്ന് പറയുന്നത് നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയെ കാണിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ തീപ്പൊയ്ക കൊണ്ട് അർത്ഥമാക്കുന്നത് നിത്യമായ ഒരു അഗ്നി എന്നുള്ളതല്ല. ആ അഗ്നി നൽകുന്ന ശിക്ഷ, അതിൽ ഉണ്ടാകുന്ന അനുഭവം നിത്യമായിരിക്കുമെന്നാണ്. നമ്മൾ നോക്കുക, അഗ്നിയെ കുറിച്ച് പറയുന്നത് മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. നമുക്ക് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം അവിടെ ഇവരെ ദഹിപ്പിച്ചു കളയും, ഉന്മൂലമായി അവരെ നശിപ്പിക്കുമെന്നാണ്. വീണ്ടും എബ്രായ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്നാണ്. നോക്കുക, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം. ദൈവം നിത്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീഗോളമാണോ, അഗ്നിഗോളമാണോ? അല്ല.
ദൈവം ദുഷ്ടന്മാരെ നശിപ്പിക്കും എന്നുള്ളതാ അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് തീയാണ് ഏതിനെയും ഇപ്രകാരം ഉന്മൂലം നശിപ്പിക്കുന്നത്, നാശം വരുത്തുന്നത്. അതുകൊണ്ടാണ് തീയെ, അല്ലാതെ തീ ഒരിക്കലും നമ്മെ സംരക്ഷിക്കുന്നതല്ല. നമ്മൾ എന്തിനാ ഐസ് ഉപയോഗിക്കുന്ന? എന്തിനാ? അത് സംരക്ഷിക്കാൻ വേണ്ടിയാ. തീ നേരെ തിരിച്ചാ. തീയെ കെടുത്താൻ നാം വെള്ളം ഉപയോഗിക്കും. ഇപ്പൊ തീ വെള്ളത്തിൽ നശിച്ചു പോകുന്ന ഒന്നാണ്. നാം വീണ്ടും മത്തായിയുടെ സുവിശേഷം 3:10 ഇങ്ങനെയാ പറയുന്നത്: ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. അപ്പൊ അവയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. അല്ലാതെ ഒരു കാരണവശാലും നിത്യകാലം ഈ വൃക്ഷങ്ങളെല്ലാം വെട്ടിയിടുന്ന നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും ഇവിടെ നിത്യം കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല പ്രിയ സുഹൃത്തുക്കളെ. ഇവിടെ യാക്കോബിന്റെ ലേഖനം 3:6 പറയുക, നാവും ഒരു തീ തന്നെ. ഇപ്പൊ എന്താ? നാവ് ഒരു തീയാണെന്ന്. അക്ഷരപ്രകാരം നാവ് തീയാണോ? നാവിന്റെ പല പ്രയോഗങ്ങളും, നാവിനെ സംബന്ധിച്ച് വളരെയധികം വേദോത്സവം പറയുന്നുണ്ട്. അത് പല പ്രയോഗങ്ങളും മനുഷ്യനെ മുറിവേൽപ്പിക്കുകയും അവനെ കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. നമുക്കറിയാം, അടുത്ത കാലത്തൊരു നാവിന്റെ ഫലമായി ഉണ്ടായ ഒരു മരണത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന. നാവ് ഒരു തീയ, അതാ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ ആ നാവിന്റെ വാക്കുകൾ, ആ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ മനുഷ്യനെ മുറിപ്പെടുത്തുകയും അതിനെ കൊലപ്പെടുത്തുകയും ചെയ്യും. അത് തീയാണ്. അപ്പൊ തീയുടെ പ്രയോഗം എന്നാ? ഇനി സെഫന്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: എന്റെ കോപവും ക്രോധവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സെഫന്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമായി പറയുന്നത്. നോക്കുക, സർവഭൂമിയും എന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. എന്നിട്ടോ അതിന്റെ ഫലം എന്താണെന്ന് പറയാ: അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏകമനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. നോക്ക, ദൈവത്തിന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായി തീരും ലോകം മുഴുവനുമെന്ന്. ഇപ്പൊ ഇവിടെ ഒന്നുകൂടെ ഞാൻ വായിക്കുക ആദ്യം മുതൽ: എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിനും ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏകമനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായ അധരങ്ങളെ വരുത്തും. നോക്ക, ഇപ്പോൾ യഹോവയെ സേവിക്കുന്നത് നിർമ്മലമായ അധരങ്ങൾ കൊണ്ടല്ല പ്രിയമുള്ളവരെ. ഇപ്പോൾ നാം ഓരോരുത്തരും ദൈവത്തെ സേവിക്കുകയും അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കാൻ നമുക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന വ്യക്തികൾ അവരുടെ അധരങ്ങൾ നിർമ്മലമല്ല, വ്യാജമായ ഉപദേശങ്ങളാണ്. ഇന്ന് ദൈവത്തെ സ്നേഹിച്ചാൽ, നീതിമാനായി ജീവിച്ചാൽ എന്ത് കിട്ടും, എന്ത് ആയിരിക്കും അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് രണ്ടും വ്യാജമാണ്. ഇപ്പൊ നിർമ്മലമായ അധരങ്ങൾ, ജീവനുള്ള ദൈവം ആരാണെന്ന് കണ്ടെത്തുന്നത് ഇന്ന് അനേകം വിഗ്രഹങ്ങളുടെ പിന്നാലെ, അനേകം പുണ്യാത്മാക്കളുടെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടുമെന്ന് ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ വ്യാജമാണ്. അവരെ കേൾക്കുന്നവരെ ആവേശഭരിതരാക്കാൻ വേണ്ടി അവർ ഉരുവിടുന്ന കുറെ ജൽപ്പനങ്ങളായത്. ഇതൊക്കെ വ്യാജ ധർമ്മങ്ങളാണ് അവർക്കുള്ളത്. ഇത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സകല ജാതികളും യഹോവയെ സ്തുതിപ്പാൻ തക്കവണ്ണം അവർക്ക് നിർമ്മലമായ അധരങ്ങളെ വരുത്തും. അപ്പൊ ഇവിടെ നാം കാണുക, തീഷ്ണതാഗ്നിക്ക് വിധേയരാകുന്നവരുടെ അവസ്ഥ എന്താണെന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാം മരണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? ഇപ്പൊ മരണവും പാതാളവും തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെട്ടാൽ പിന്നെ അതിന്റെ നാശമല്ലേ?
അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പാതാളം എങ്ങനെയാ? നിത്യകാലം പാതാളം ഇവിടെ ഉണ്ടാകും, സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനെ നശിപ്പിക്കും, പിന്നെ ദുഷ്ടന്മാരെ നിത്യകാലം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത് എന്ത് യുക്തിയുടെ വെളിച്ചത്തിലാ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പാതാളത്തിന്റെ അവസ്ഥ എന്നാ? പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും അവൻ എന്നെ വീണ്ടെടുക്കുമെന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. 49-ാം സങ്കീർത്തനം 15-ാം വാക്യം എന്നാ പറയുന്നത്. എന്റെ പ്രാണനെ അവൻ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും. ഹോശേയ പ്രവചനം 13-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഞാൻ അവരെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും, മരണത്തിൽ നിന്നും ഞാൻ അവരെ വിടുവിക്കും. നോക്കുക പ്രിയമുള്ളവരെ, പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കും. ഇന്ന് എല്ലാവരും ദുഷ്ടന്മാരെയൊക്കെ പാതാളത്തിന്റെ യാതനയ്ക്ക് വിധിക്കപ്പെട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും, അവരെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന അതിന്റെ പാരലിസമായിട്ട് പറയുന്നത്. ഇപ്പൊ പാതാളത്തിന്റെ അധികാരം എന്ന് പറയുന്നത് മരണത്തിന്റെ അധികാരമാണ് എന്നുള്ളത് ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. അപ്പൊ അവിടെ നിന്നും വീണ്ടെടുക്കും. അങ്ങനെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പാതാളം ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാം. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെയെന്ന്. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? അപ്പൊ ഇനി മനുഷ്യരെ സംഹരിക്കാൻ പാതാളം ഉണ്ടാവൂല, മരണം ഉണ്ടാവൂല. ഒടുക്കത്തെ ശത്രുവായി മരണം മാറിപ്പോകുമെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയാ. വെളിപാടിലും അത് തന്നെയാ പറയുന്നത്, ഇനി മരണം ഉണ്ടാകയില്ല. നമ്മൾ നോക്കുക, മരണത്തെ ശത്രുവായിട്ട് അപ്പോസ്തലൻ ഇവിടെ വിശദീകരിക്കുന്ന, അല്ലെ നമുക്ക് നമ്മളോട് പറയുന്നത് ഒടുക്കത്തെ ശത്രുവായി മരണം മാറിപ്പോകും. എന്നിട്ടാ നമ്മുടെ മതശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ മത അധ്യാപകരൊക്കെ നമ്മളോട് പറയുന്നത്, നമ്മുടെ ഉപദേശിമാർ നമ്മോട് പറയുന്നത്, മരണം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന കവാടമാണെന്ന്. ലജ്ജയില്ലേ ഇവർക്ക് ഇങ്ങനെ പറയാൻ? പ്രിയമുള്ളവരെ, മരണം പിന്നെ എങ്ങനെയാ ശത്രുവാകുന്നത്? സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന സ്വർഗത്തിന്റെ താക്കോലാണ് മരണമെങ്കിൽ ഈ മരണം നമ്മുടെ ഏറ്റവും വലിയ ബന്ധുവല്ലേ? ആ മരണം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന ദൈവമല്ലേ നമ്മുടെ ശത്രു? ഏദൻ തോട്ടത്തിൽ നമുക്ക് മരണത്തിന് വിധിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെ കൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം ഹൗവയെ പ്രേരിപ്പിച്ച പിശാചല്ലേ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തെ, നമ്മുടെ ബന്ധു അദ്ദേഹമല്ലേ? ദൈവമല്ലേ പറഞ്ഞ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്, മരിക്കയില്ല നിശ്ചയമെന്ന് പറഞ്ഞത് പിശാചല്ലേ? അപ്പൊ മരിക്കാതെ സ്വർഗത്തിലേക്ക് പോകും, നിങ്ങൾ ദൈവത്തെ പോലെ ആത്മാവായി മാറുമെന്ന് പറഞ്ഞ പിശാചിന്റെ വാക്കല്ലേ ഇന്നും നമ്മുടെ ഉപദേഷ്ടാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്? ഇവർ ഏദൻ തോട്ടം മുതൽ ഇന്ന് വരെയും പിശാചിന്റെ പിണിയാളുകളായി ജീവിക്കുകയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോ നമുക്ക് ഈ പാതാളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ പാതാളത്തിലേക്ക് പോകുന്നത് നീതിമാന്മാരും നീതി കെട്ടവരും ഒരുപോലെ പാതാളത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞു വെക്കുന്നത് പാതാളത്തിന് 2 ഭാഗമുണ്ടെന്ന്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഈ ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരിക. ഇനി പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും സമയം കടന്നു പോകുന്നു. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. ഇപ്പൊ ദൈവം ഒരു സൃഷ്ടിയെ കുറിച്ചാ പറയുന്നത്. എന്തൊക്കെ സൃഷ്ടിച്ചു? തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. ഈ ഭാഗത്തൊന്നും ദൈവം വിട്ടുപോയൊരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെ ഒരു നരകം കൂടെ, സ്വർഗത്തിനോടൊപ്പം ഒരു നരകം കൂടെ സൃഷ്ടിച്ചെങ്കിൽ അതുകൂടെ പറയണ്ടേ ദൈവം ഒന്ന്? അതല്ലേ ആദ്യം പറയേണ്ടത്. മനുഷ്യനെ സ്വർഗം ഉണ്ടെങ്കിൽ നരകം ഉണ്ടെന്നാ ഇവരുടെയൊക്കെ വാദം. എന്തൊരു വാദമാ! സ്വർഗം ഉണ്ടെങ്കിൽ നരകം ഉണ്ടെന്നുള്ളത്. സ്വർഗത്തിനെ ബാലൻസ് ചെയ്യണം, ഇവിടെ നരകം ഉണ്ടാവണം. ഇപ്പൊ നിന്റെ മുമ്പിൽ ഞാൻ മരണവും ജീവനും വെക്കുന്നു എന്നാ ദൈവം പറഞ്ഞത്. നിന്റെ മുമ്പിൽ ഞാൻ ശാപവും അനുഗ്രഹവും വെക്കുന്നു എന്നാ പറഞ്ഞത്. ഒരിക്കലും നിന്റെ മുമ്പിൽ ഞാൻ സ്വർഗവും നരകവും വെക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലമുണ്ടായാൽ മറ്റൊരു സ്ഥലവും അതേപടി ഉണ്ടാകണമെന്നുള്ളതിന് എന്ത് നിർബന്ധമുള്ള? നോക്കുക, എൻ്റെ വീട്, ഞാൻ പിറവംകാരനാണ്. പിറവം എന്നുള്ള ഒരു സ്ഥലമുള്ളത് കൊണ്ട് അതിന്റെ അടുത്തൊരു സ്ഥലമാണ് പാമ്പാക്കുട എന്നുള്ളത്. ഈ സ്ഥലം പിറവുള്ളത് കൊണ്ട് പാമ്പാക്കുട ഉണ്ടാകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ സ്വർഗം ഉള്ളതുകൊണ്ട് എന്ത് വേണം? നരകം ഉണ്ടാകണമെന്ന് ഇവര് നിർബന്ധിപ്പിക്കുക, ദൈവത്തെ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു, ദൈവം സൃഷ്ടിയെ കുറിച്ച് ഇപ്രകാരം പറയുമ്പോൾ എന്തുകൊണ്ട്
ഇങ്ങനെ ഒരു നരകം സൃഷ്ടിച്ചുവെങ്കിൽ ആ നരകത്തെക്കുറിച്ചുള്ള സൂചന ദൈവം നൽകാത്തത് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് വീണ്ടും ഇന്നത്തെ ദിവസവും നമ്മൾ ആ സമയത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഞാൻ അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ആ പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു പ്രിയമുള്ളവർ.